ദേശീയ ശാസ്ത്രദിനമായി ആഘോഷിക്കുന്നത് എന്നാണ്? ആൻസർ ഫെബ്രുവരി 28. ഫെബ്രുവരി 28-നാണ് ഇന്ത്യയിൽ ദേശീയ ശാസ്ത്രദിനമായി ആഘോഷിക്കുന്നത്. 2024 ദേശീയ ശാസ്ത്രദിനത്തിൻ്റെ തീം എന്താണ്? ആൻസർ ഇൻഡിജിനസ് ടെക്നോളജീസ് ഫോർ വികസിത് ഭാരത്. വികസിത ഭാരതത്തിനായുള്ള തദ്ദേശീയ സാങ്കേതിക വിദ്യകൾ. ഇന്ത്യയിൽ ഏതു വർഷം മുതലാണ് ദേശീയ ശാസ്ത്രദിനം ആഘോഷിച്ചു തുടങ്ങിയത്? ആൻസർ 1987 മുതൽ. 1987 മുതലാണ് ഇന്ത്യയിൽ ദേശീയ ശാസ്ത്രദിനമായി ആഘോഷിക്കുന്നത്. ഇന്ത്യയിൽ ഫെബ്രുവരി 28 ദേശീയ ശാസ്ത്രദിനമായി ആഘോഷിക്കുന്നത് എന്തുകൊണ്ട്? ആൻസർ CV രാമൻ്റെ രാമൻ പ്രഭാവം പ്രസിദ്ധീകരിക്കപ്പെട്ട ദിനമാണ് ഫെബ്രുവരി 28. രാമൻ പ്രഭാവം പ്രസിദ്ധീകരിക്കപ്പെട്ട വർഷം ഏത്? ആൻസർ 1928 ഫെബ്രുവരി 28-ന്. 1928 ഫെബ്രുവരി 28-നാണ് രാമൻ പ്രഭാവം അഥവാ രാമൻ ഇഫക്റ്റ് പ്രസിദ്ധീകരിക്കപ്പെട്ടത്. 2023 ദേശീയ ശാസ്ത്രദിനത്തിൻ്റെ പ്രമേയം എന്തായിരുന്നു? ആൻസർ ആഗോള ശാസ്ത്രം ലോകക്ഷേമത്തിനായി, ഗ്ലോബൽ സയൻസ് ഫോർ ഗ്ലോബൽ വെൽബീയിങ്. ലോക ശാസ്ത്രദിനം എന്നാണ്? ആൻസർ നവംബർ 10. നവംബർ 10-നാണ് ലോക ശാസ്ത്രദിനം. CV രാമൻ്റെ കണ്ടെത്തലുകൾ എങ്ങനെയാണ് അറിയപ്പെടുന്നത്? ആൻസർ രാമൻ പ്രഭാവം അഥവാ രാമൻ ഇഫക്റ്റ്. ഭൗതിക ശാസ്ത്രത്തിന് നോബൽ സമ്മാനം ലഭിച്ച ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? ആൻസർ CV രാമൻ. CV രാമന് നോബൽ സമ്മാനം ലഭിച്ച വർഷം ഏത്? ആൻസർ 1930. 1930-ലാണ് CV രാമന് നോബൽ സമ്മാനം ലഭിച്ചത്. CV രാമൻ്റെ മുഴുവൻ പേര് എന്താണ്? ആൻസർ ചന്ദ്രശേഖര വെങ്കിട്ടരാമൻ. ചന്ദ്രശേഖര വെങ്കിട്ടരാമൻ എന്നതാണ് CV രാമൻ്റെ മുഴുവൻ പേര്. CV രാമൻ ജനിച്ചത് എവിടെയാണ്? തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളിയിൽ. തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളിയിലാണ് CV രാമൻ ജനിച്ചത്. CV രാമൻ ജനിച്ച വർഷം ഏത്? ആൻസർ 1888 നവംബർ 7-ന്. 1888 നവംബർ 7-നാണ് CV രാമൻ ജനിച്ചത്. CV രാമന് നോബൽ സമ്മാനത്തിന് അർഹനാക്കിയ കണ്ടുപിടുത്തം ഏതാണ്? ആൻസർ രാമൻ പ്രഭാവം അഥവാ രാമൻ ഇഫക്റ്റ്. ഏറ്റവും ഭാരം കൂടിയ ലോഹം ഏതാണ്? ആൻസർ ഇറിഡിയം. ഏറ്റവും ഭാരം കുറഞ്ഞ ലോഹം ഏതാണ്? ആൻസർ ലിഥിയം. ഏറ്റവും ഭാരം കുറഞ്ഞ മൂലകം ഏതാണ്? ആൻസർ ഹൈഡ്രജൻ. ഹൈഡ്രജനാണ് ഏറ്റവും ഭാരം കുറഞ്ഞ മൂലകം. ആകാശവും ആഴക്കടലും നീല നിറത്തിൽ കാണപ്പെടുന്നതിന് കാരണമായ പ്രതിഭാസം? ആൻസർ വിസരണം. ആദ്യമായി ഊർജതന്ത്രത്തിന് നോബൽ സമ്മാനം നേടിയ ഇന്ത്യക്കാരൻ ആരാണ്? ആൻസർ CV രാമൻ. പ്രകാശത്തിൻ്റെ അടിസ്ഥാന കാരണം എന്താണ്? ആൻസർ ഫോട്ടോൺ. കടലിൻ്റെ നീല നിറത്തിന് വിശദീകരണം നൽകിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ആൻസർ CV രാമൻ. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏതാണ്? ആൻസർ ഹൈഡ്രജൻ. ഹൈഡ്രജനാണ് പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം. ഡാൾട്ടനിസം എന്നറിയപ്പെടുന്ന രോഗം ഏത്? ആൻസർ വർണ്ണാന്ധത. ഇലക്ട്രോണിക്സിലെ അത്ഭുത ശിശു എന്നറിയപ്പെടുന്നത് എന്താണ്? ആൻസർ ട്രാൻസിസ്റ്റർ. ഫിസിക്സിൽ ആദ്യമായി നോബൽ പുരസ്കാരം നേടിയ ഏഷ്യക്കാരൻ ആരാണ്? ആൻസർ CV രാമൻ. ഭാരതരത്നം നേടിയ ആദ്യ ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ആരാണ്? ആൻസർ CV രാമൻ. CV രാമനാണ് ഭാരതരത്നം നേടിയ ആദ്യ ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ. CV രാമന് ഭാരതരത്നം ലഭിച്ച വർഷം ഏത്? ആൻസർ 1954. 1954-ലാണ് CV രാമന് ഭാരതരത്നം ലഭിച്ചത്. 1954-ൽ CV രാമനോടൊപ്പം ഭാരതരത്ന പുരസ്കാരം നേടിയവർ ആരെല്ലാമാണ്? ആൻസർ C രാജഗോപാലാചാരി, ഡോക്ടർ S രാധാകൃഷ്ണൻ. നോബൽ സമ്മാനം നേടിയ ആദ്യ ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ആരാണ്? ആൻസർ CV രാമൻ.
വൈദ്യുത സെൽ കണ്ടുപിടിച്ചത് ആരാണ്? ആൻസർ വോൾട്ട. തെർമോമീറ്ററിൽ ഉപയോഗിക്കുന്ന ദ്രാവകം ഏതാണ്? ആൻസർ മെർക്കുറി. ഇന്ത്യയിലെ ആദ്യത്തെ ആണവ റിയാക്ടർ ഏതാണ്? ആൻസർ അപ്സര. ശബ്ദത്തേക്കാൾ വേഗത കൂടിയ വിമാനം ഏതാണ്? ആൻസർ സൂപ്പർസോണിക് വിമാനം. ISRO സ്ഥാപിതമായ വർഷം ഏതാണ്? ആൻസർ 1969. 1969 ISRO സ്ഥാപിതമായത്. സൂര്യാസ്തമയം കഴിഞ്ഞ് അല്പസമയത്തേക്ക് കൂടി സൂര്യനെ കാണുന്നതിന് പിന്നിലുള്ള പ്രതിഭാസം എന്ത്? ആൻസർ അപവർത്തനം. CV രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആൻസർ ബാംഗ്ലൂർ. ശബ്ദത്തിൻ്റെ തീവ്രത അളക്കുന്നതിന് ഉപയോഗിക്കുന്ന ഏകകം ഏതാണ്? ആൻസർ ഡെസിബൽ. 2013 മുതൽ അമേരിക്കൻ കെമിക്കൽ സൊസൈറ്റി രാമൻ പ്രഭാവത്തിനെ എങ്ങനെയാണ് വിശേഷിപ്പിച്ചത്? ആൻസർ ഇൻ്റർനാഷണൽ ഹിസ്റ്റോറിക് കെമിക്കൽ ലാൻഡ്മാർക്ക്. കടലിൻ്റെ ആഴം അളക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ആൻസർ സോണാർ. ഇന്ത്യൻ ആണവശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ആൻസർ ഹോമി ജെ ഭാഭ. ഉദയാസ്തമയങ്ങളിൽ ചക്രവാളത്തിൻ്റെ ചുവപ്പ് നിറത്തിന് കാരണം എന്താണ്? ആൻസർ വിസരണം അഥവാ ലൈറ്റ് സ്കാറ്ററിംഗ്. രാമൻ പ്രഭാവം എന്തിനെക്കുറിച്ചുള്ള കണ്ടുപിടുത്തമാണ്? ആൻസർ പ്രകാശത്തിൻ്റെ വിസരണം. ഇലക്ട്രോൺ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ആൻസർ JJ തോംസൺ. പ്രോട്ടോൺ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ആൻസർ റൂദർഫോർഡ്. ന്യൂട്രോൺ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ആൻസർ ജെയിംസ് ചാഡ്വിക്. ഓക്സിജൻ കണ്ടുപിടിച്ചത് ആരാണ്? ആൻസർ ജോസഫ് പ്രീസ്റ്റ്ലി. പ്രകാശത്തിൻ്റെ പ്രാഥമിക വർണ്ണങ്ങൾ ഏതെല്ലാമാണ്? ആൻസർ നീല, പച്ച, ചുവപ്പ്. പ്രാഥമിക വർണ്ണങ്ങൾ കണ്ടെത്തിയത് ആരാണ്? ആൻസർ തോമസ് യങ്. പ്രകാശത്തിൻ്റെ പ്രാഥമിക വർണ്ണങ്ങൾ കണ്ടെത്തിയത് തോമസ് യങ് ആണ്. ഏറ്റവും തരംഗദൈർഘ്യം കുറഞ്ഞ വർണ്ണം ഏതാണ്? ആൻസർ വയലറ്റ്. ഏറ്റവും തരംഗദൈർഘ്യം കൂടിയ വർണ്ണം ഏതാണ്? ആൻസർ ചുവപ്പ്. 2022 ഭൗതികശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച ശാസ്ത്രജ്ഞർ ആരൊക്കെയാണ്? ഫ്രാൻസുകാരനായ അലൻ ആസ്പെക്ട്, അമേരിക്കക്കാരനായ ജോൺ എഫ് കൗസർ, ഓസ്ട്രേലിയക്കാരനായ ആൻഡൻ സെയ്ലിംഗർ. ആപേക്ഷിക സിദ്ധാന്തം അവതരിപ്പിച്ച ഭൗതികശാസ്ത്രജ്ഞൻ ആരാണ്? ആൻസർ ആൽബർട്ട് ഐൻസ്റ്റീൻ. ഏറ്റവും സാന്ദ്രത കുറഞ്ഞ ലോഹം ഏതാണ്? ആൻസർ ലിഥിയം. ഏറ്റവും സാന്ദ്രത കൂടിയ ലോഹം ഏതാണ്? ആൻസർ ഓസ്മിയം. ലിഥിയമാണ് ഏറ്റവും സാന്ദ്രത കുറഞ്ഞ ലോഹം. ഏറ്റവും സാന്ദ്രത കൂടിയ ലോഹം ഓസ്മിയമാണ്. ഊർജത്തിൻ്റെ അടിസ്ഥാന സ്രോതസ്സ് ഏതാണ്? ആൻസർ സൂര്യൻ. രാമൻ ഇഫക്റ്റ് കണ്ടുപിടുത്തത്തിൽ CV രാമൻ്റെ മുഖ്യ സഹായിയായി പ്രവർത്തിച്ചത് ആരാണ്? ആൻസർ KS കൃഷ്ണൻ. ദ്രാവകങ്ങളിലെ പ്രകാശത്തിൻ്റെ വിസരണവുമായി ബന്ധപ്പെട്ട പ്രതിഭാസം ഏതാണ്? ആൻസർ രാമൻ പ്രഭാവം. CV രാമൻ അന്തരിച്ചത് എന്നാണ്? ആൻസർ 1970 നവംബർ 21. 1970 നവംബർ 21 CV രാമൻ അന്തരിച്ചത്. CV രാമൻ്റെ ഭൗതിക ശരീരം അടക്കം ചെയ്തത് എവിടെയാണ്? ആൻസർ രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. മഴവില്ലിന് കാരണമാകുന്ന പ്രകാശ പ്രതിഭാസം ഏതാണ്? ആൻസർ പ്രകീരണം. കണ്ടുപിടുത്തങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ആൻസർ തോമസ് ആൽവ എഡിസൺ. ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് എന്നാണ്? ആൻസർ 2023 ജൂലൈ 14. 2023 ജൂലൈ 14 ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത്. ചന്ദ്രയാൻ 3 ചന്ദ്രനിൽ ഇറങ്ങിയത് എന്നാണ്? ആൻസർ 2023 ഓഗസ്റ്റ് 23.
ചന്ദ്രയാൻ 3 ചന്ദ്രനിൽ ഇറങ്ങിയത് 2023 ഓഗസ്റ്റ് 23-നാണ്. ചന്ദ്രയാൻ 3 ചന്ദ്രനിൽ ഇറങ്ങിയ സ്ഥലത്തിന് നൽകിയ പേര് എന്താണ്? ആൻസർ ശിവശക്തി പോയിന്റ്. ചന്ദ്രയാൻ 3-ൽ നിന്ന് ചന്ദ്രനിൽ ഇറങ്ങിയ ലാൻഡറിന്റെ പേര് എന്താണ്? ആൻസർ വിക്രം. വിക്രം ലാൻഡറിൽ നിന്നും ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയ ചെറുവാഹനം ഏതാണ്? ആൻസർ പ്രഗ്യാൻ. ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് എവിടെ നിന്നാണ്? ആൻസർ ശ്രീഹരിക്കോട്ടയിൽ നിന്ന്. ചന്ദ്രയാൻ 3-ന്റെ മിഷൻ ഡയറക്ടർ ആരായിരുന്നു? ആൻസർ എസ് മോഹനകുമാർ. എന്നാണ് ചന്ദ്രയാൻ 3 ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ പ്രവേശിച്ചത്? ആൻസർ 2023 ഓഗസ്റ്റ് 5-ന്. ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? ആൻസർ എസ് സ്വാമനാഥ്. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ പേടകമിറക്കിയ ആദ്യ രാജ്യം ഏതാണ്? ആൻസർ ഇന്ത്യ. ലോക പരിസ്ഥിതി ദിനം എന്നാണ്? ജൂൺ 5. ഓസോൺ ദിനം എന്നാണ്? ആൻസർ സെപ്റ്റംബർ 16-ന്.